സ്നേഹമേശുവേ ഞങ്ങൾ പറഞ്ഞു ഇവിടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. കൊട്ടാരക്കര കിംസിൽ ചെന്നപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്തെ കിംസിലേക്ക് വരാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ അവിടെ പോയാലും പ്രാർത്ഥനയ്ക്കുവാനും പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പകുതി മനസ്സോട് ഇവിടെ വന്നു. ഇവിടെ വന്ന് ദേവദാസൻ്റെ അടുത്തിരിക്കുകയും ദേവദാസൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ദേവദാസൻ അന്നേരവും പറഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഡോക്ടർമാർക്ക് അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് അബുദാബിയിൽ 3 ദിവസം ലൈഫ് കെയർ ഹോസ്പിറ്റൽ ഐസിയിലായിരുന്നു. എന്നിട്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരമാണ് ഞാൻ പറഞ്ഞു നാട്ടിൽ പോയി ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നത്. അങ്ങനെയാണ് കൊട്ടിയം കിംസിൽ പോയ വഴിയാണ് ഇവിടെ വന്നത്. തിരുവനന്തപുരത്തെ കിംസിൽ ശനിയാഴ്ച ചെന്നു. അവിടെ ചെന്ന് കണ്ട് തിങ്കളാഴ്ച അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. അവിടെ പോയി ദേവദാസൻ കൂടെ വിളിക്കുമായിരുന്നു. അന്നേരം ദേവദാസൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അബുദാബിയിലെ CT സ്കാനിങ്ങിനകത്ത് MRI സ്കാനിങ്ങിനകത്തും 2 സ്റ്റോൺ ഉണ്ടെന്നാണ് റിപ്പോർട്ടുള്ളത്. ആ റിപ്പോർട്ട് പ്രകാരമാണ് തിരുവനന്തപുരം കിംസിൽ ചെന്നപ്പോൾ അവർ സ്കാനിങ് ഒന്നും ചെയ്യാതെ ചൊവ്വാഴ്ച രാവിലെ തന്നെ ചെയ്യാനെന്ന് പറഞ്ഞു. എന്നാൽ ഷുഗർ ഹൈ ആയി. പിന്നെ അവർ നോർമലാക്കി. അങ്ങനെ 3 മണിയോടെ തന്നെ അവർ തിയേറ്ററിൽ കയറ്റി മയക്കി. അവർ എൻഡോസ്കോപ്പി വഴി എന്തൊക്കെയോ ചെയ്തിട്ട് ആ ഡോക്ടർ വൈഫിനോട് വന്ന് പറഞ്ഞ് സ്റ്റോൺ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് ഡോക്ടറുമായിട്ട് ദേഷ്യപ്പെട്ട് പിന്നെ സാറെന്തിനാണ് ചെക്ക് ചെയ്യാതെ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു നിങ്ങളെ റിപ്പോർട്ടും പ്രകാരമല്ലേ ഞാൻ ചെയ്തത്, കൂടെ MRI CT സ്കാനിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞുകളിയല്ലെന്ന് പറഞ്ഞ് വൈഫിനോട് ദേഷ്യപ്പെട്ടു ഡോക്ടർ. വീണ്ടും ഞങ്ങൾ ബുധനാഴ്ച ഡോക്ടർ രാവിലെ വന്ന് പറഞ്ഞു നിങ്ങൾക്ക് പോകാമെന്ന്. ഞങ്ങൾ പറഞ്ഞു എന്തുവാണെന്നുള്ളത് എന്തുവാണ് വ്യക്തമായ ഒരു മറുപടിക്ക് ശേഷം ഞങ്ങൾ പോകുന്നുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച വീണ്ടും അവർ MRI CT സ്കാൻ ചെയ്യാനിട വന്നു. ചെയ്തിട്ട് ശനിയാഴ്ച ഡിസ്ചാർജായി. അന്ന് വൈകുന്നേരത്ത് ബില്ലടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. പിന്നെ തിങ്കളാഴ്ച രാവിലെ എല്ലാം ക്ലിയർ ആയപ്പോൾ ഡോക്ടർ റിപ്പോർട്ടും കിട്ടിയ നേരം ഡോക്ടർ പറഞ്ഞു ഇതിനായിട്ട് ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, 3 മാസം കഴിഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു CT സ്കാൻ ചെയ്ത് കൊടുക്കാം. ദൈവം അത്ഭുതകരമായ ആ സ്റ്റോണ് ഇവിടെ പ്രാർത്ഥിച്ച് ആരാഴ്ച ആ സ്റ്റോണ് എൻ്റെ ശരീരത്തിൽ നിന്ന് ദൈവം മാറ്റി. വീണ്ടും ഞങ്ങൾ എൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ തന്നെ 2010 ഞാൻ ആദ്യമായിട്ട് ഈ സഭയെ കടന്നു വരുന്നത്. എൻ്റെ ഭവനവും അതുപോലെയാണ്. ദേവദാസൻ 3 ദിവസം വീട്ടിൽ പ്രാർത്ഥന വെച്ചു. 2ാമത്തെ ദിവസം ദേവദാസൻ കടന്നു വന്നു. മഴയത്ത് ഫൗണ്ടേഷനിൽ ഞാൻ പുല്ല് വളർത്തിയിട്ടിരുന്നതാണ്. ദേവദാസൻ ആ പുല്ലിൻ്റെ നടുവത്തൂടെ ഇറങ്ങി കുടയിൽ വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു എന്നോട് പുല്ല് വെട്ടിപ്പറിച്ച് കളയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ദേവദാസ പുല്ല് വെട്ടിപ്പറിച്ച് കളയാൻ എങ്ങനെ പശുവിനെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ല ഷാജി ബ്രദറെ നാളെ തന്നെ വെട്ടിപ്പറിച്ച് കളയണമെന്ന് പറഞ്ഞു. അന്ന് അത്ഭുതകരമായ വീട് പണിയാൻ ഇടവരുത്തി. അന്ന് മുതൽ 2010 മുതൽ ദേവദാസൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരംഗം പോലെ ആയിരിക്കുന്നു. വീണ്ടും അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നിങ്ങളുടെ മധ്യേ കടന്നു വന്ന ഷാജി ബ്രദറാണ്. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു എൻ്റെ പാൻക്രിയാസിൽ പാസ്റ്ററെ നോക്ക്, റിസൾട്ട് 2 സ്റ്റോണുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു ഇത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. എൻ്റെ സഹോദര നീ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ദൈവം ആരുടെ ദൈവമാണ്? വാതിർന്നെന്ന് പറഞ്ഞ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ എങ്കിലും അന്നത്തെ ദിവസത്തെ ആരാധനയിൽ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം തൻ്റെ മേൽ ഇറങ്ങി. നിങ്ങളുടെ മേൽ പകലരുടെ മേലും ആത്മസാന്നിധ്യം പകർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവൻ്റെ അടുത്ത് വന്ന് പിന്നെയും പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. സ്തോത്രം. ഞാനന്നൊരു കാര്യം പറഞ്ഞു, ഇതിനുവേണ്ടി നിങ്ങൾ ഇനി എന്തൊടുക്കണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട, നമ്മളോട് എത്ര പോകണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ചഞ്ചലം ഉണ്ടല്ലോ. പോയോ പോയില്ലയോ, പാസന്ന ഡോക്ടറാണോ, ഒന്നും അല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് പകൽക്കാലം പറയട്ടെ, തിരുവനന്തപുരം കിംസിൽ പോയി അഡ്മിറ്റായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. തന്നെ തിയേറ്ററിൽ കയറ്റി മയക്കി സ്തോത്രം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാർത്ത ഇങ്ങനെ, പാസ്റ്ററെ ആ കല്ലെടുക്കാൻ പറ്റത്തില്ല, കല്ല് ഉറച്ചിരിക്കുക എന്നാണ് ഡോക്ടർ പറയുന്നത്. അതൊന്നും ഷാജി പറഞ്ഞില്ല. ആ കല്ലങ്ങ് തൊടുത്തിരിക്കുക, എടുക്കാൻ പറ്റാത്തവൾ ഉറച്ചിരിക്കുക എന്നാണ് പറയുന്നത്. ദൈവത്തിന് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ അതിനകത്തങ്ങ് കല്ലുമില്ല, ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം.
പ്രിയപ്പെട്ട ദൈവമക്കളെ, പിന്നെയും അവരിവിടെ കിടത്തി. നിങ്ങൾ ഈ ലോക വൈദ്യശാസ്ത്രത്തിന്റെ സ്ഥിതി നോക്കിക്കോണം. പിന്നെയും അവിടെ കിടത്തി. അവൻ 3-4 ദിവസം കഴിഞ്ഞ് പിന്നെയും പ്രിയപ്പെട്ടവനെ കൊണ്ടുപോയി സ്കാൻ എടുത്തപ്പോൾ മനസ്സിലായി ഇതിനകത്തൊന്നും ഒന്നും ഇല്ലെന്ന്. അവൻ പാൻക്രിയാസിൽ നോക്കിയ പ്രിയപ്പെട്ടവരെ, MRIയും CT എടുത്തു നോക്കിയിട്ട് പാൻക്രിയാസിൽ കിടന്ന കല്ല്. ഓ, എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ജീവിക്കുന്ന ദൈവത്തിന്റെ കരമിറങ്ങിയപ്പോൾ, ജീവിക്കുന്ന ദൈവത്തിന്റെ കരം തൊട്ടപ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ, അവൻ ആ കല്ല് അവൻ പാൻക്രിയാസിൽ എടുത്തു മാറ്റാൻ കഴിവുള്ള ആശ്രയം നിങ്ങളുടെ മധ്യ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മാന്യ ദൈവം ഇതിലെ നീ വിശ്വസിച്ചാ മതി, വിശ്വസിച്ചാ മതി. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, വിശ്വസിക്കുന്നവരാലാ നടക്കുന്നത് എന്ന പകൽക്കാലം. ഹല്ലേലൂയ. നമ്മുടെ മധ്യേ പ്രിയപ്പെട്ടവരോട് ലഭിച്ച നല്ല സാക്ഷ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം.